ചട്ടിപ്പത്തിരി റെഡി കേട്ടോ. നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ റോള്. സമൂസയുടെ ചുറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരി കട്ട് ചെയ്ത് വെച്ചാട്ടോ. സമൂസ ഇടാണ്ട് അത് ഈവനിങ്ങല്ല കേട്ടോ. ഈവനിങ്ങിലാണ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈവനിങ്ങിലേക്കില്ല പൂള തൊലിച്ചു കൊടുക്കണം മക്കളെ, കണ്ടില്ലേ? അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റായി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല സെറ്റായി പോവാണ്. പിന്നെ ചട്ടിപ്പത്തിരി, അതേമാതിരി ചിക്കൻ റോള്, സമൂസ അവിടെ പോയി പൊരിച്ചാണ് ചിറ്റിയാണ് കൊണ്ടാലാണ്. അതായത് പൂള തൊലിച്ച് വേവിച്ചാൻ പറ്റി വേവിച്ചാണ് കൊണ്ടുപോകും. പാത്രം ഇപ്പോൾ നാളെ മറന്നു വെച്ച് പോകും ചെയ്തു. ഇത് പാത്രം ഉണ്ടാവുക അതായത് വേവിച്ച് കൊണ്ടുപോയി അത്ര പണി പറയും. അവിടെ വന്നിട്ട് ബീഫൊക്കെ വെക്കാനുണ്ട്, അപ്പോൾ ടൈം എടുക്കും. പിന്നെയും അവിടുന്ന് വേവിച്ച് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ പൂള തൊലിച്ചൊക്കെ നേരം 3-3:15 ഒരു 4 മണിക്കൂരോട് പോകണം. എന്നാലും അവിടെ നമുക്ക് 5 മണിക്കൂർ തുടങ്ങാൻ പറ്റുള്ളൂ. ഏതായാലും അവിടെ ഇവിടെയൊക്കെ അവിടെ പിന്നെ ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ടൈമിങ് ഭയങ്കര വിഷയമാണ്. കാരണം ഇതൊരു 4 മണിക്കൂർ ഓപ്പൺ ആക്കാഞ്ഞാൽ നമുക്ക് എണ്ണക്കടി പോകില്ല. എണ്ണക്കടി ഇവിടെ കിടക്കും. ഇറച്ചിമ്പളൊക്കെ പോകും, അത് രാത്രി 10 മണി വരെ പോകും. പക്ഷെ എണ്ണക്കടി പോകണമെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യണം. 5 മണി 6 മണിയായ പിന്നെ എണ്ണക്കടി നമുക്ക് ആരും നോക്കൂല. അപ്പോൾ അങ്ങനെ പോകണമല്ലോ, അങ്ങനെ പോകും, വണ്ടി നിർത്താതെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഏതായാലും പൂളിയും കാര്യമൊക്കെ തൊലിച്ച് വന്ന് സ്കൂൾ വിട്ടിട്ട് വന്ന് എല്ലാവരും കൂടി പോവുകയാണ്. ഞാൻ ചെന്നിട്ട് വേണം അടുത്ത യുദ്ധം തുടങ്ങാൻ. ഇവിടുത്തെ യുദ്ധം ഏകദേശം അവസാനിച്ചു, ഇന്നത്തെ അവസാനിച്ചു. നാളെയും മറ്റന്നാൾ സ്കൂളില്ലല്ലോ, അതിന് 2 ദിവസമായിട്ട് വന്നാൽ മതി. അപ്പോൾ ഈവനിങ്ങിൽ ഞായറാഴ്ച ഒഴിവാണ്, ശനിയാഴ്ച നാളെ ഉണ്ടാവും. നാളെ രാവിലെ തന്നെ തുടങ്ങാം, അവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്കൂളിലെ ദിവസമാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ട് അതുപോലെ ഇവിടുത്തെ പണിയും കഴിഞ്ഞ് പോകണ്ടേ. അവർക്കൊരു സാധനം ഒരിക്കലും ഒക്കെ പാടെ കഴിയുമ്പോൾ ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പൂള ഒരു 1.5 പൂള കണ്ടില്ലേ, 2 പൂള 5 കിലോനാണ്. അത്യാവശ്യം ഉണ്ട്. എന്നാൽ കൂട്ടിലെ പൂളയാണ്, അതുകൊണ്ട് വേവാത്ത പ്രശ്നം വരില്ല. പൊടിച്ചാൽ പൊടിയാവും. ആ പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് പൂളിൽ ഇറച്ചിയും പൂളിയും വെക്കുമ്പോൾ പൊടി ഉള്ള കിട്ടണം. എന്നാലെന്താണോ മറ്റേ എണ്ണിത്തണ്ട് വളർത്തിട്ട മാതിരി കയറും, രസം ഉണ്ടാവില്ല. ഇത് പൊടിഞ്ഞ് അതിൽ മിക്സായിക്കുമ്പോഴേ ഇറച്ചിയും പൂളും പിന്നെ എന്താണ് മറ്റേ ബിരിയാണി എന്ന് പറയാൻ പറ്റും, കപ്പ ബിരിയാണി. അപ്പോഴാണ് കപ്പ ബിരിയാണി ഒറിജിനൽ ആവുക. മറ്റെങ്ങനെ ഇളിച്ചടിക്കും വേഗാത്ത ഉണ്ടായാലേ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലുണ്ടാവുക. കാരണം നല്ല പൊടിയുടെ പൂളയാണ്. പൂളെടുക്കുമ്പോൾ എപ്പോഴും നല്ല വണ്ണല്ല നോക്കി എടുക്കുക. അതിന് നല്ല മൂത്തും ചെയ്ത് നല്ല മൂത്തത് പറഞ്ഞത് വണ്ണല്ലതാണ്. അപ്പോൾ അതിന് നല്ല പൊടി ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. വണ്ണം കുറഞ്ഞത് പറമ്പമ്പൂള വരൽ, അത് ചിലപ്പം ചില കഷ്ണം വേവില്ല. ഇത് ഒരേമാതിരി വേവല്ലെങ്കിൽ ഉടക്കാനും കഴിയില്ല. നമ്മൾ കടിക്കാൻ ഉടച്ചുകൊണ്ട് തന്നെ വേണം, എന്നാലേ പൂളിൽ നിന്ന് മിക്സാക്കാൻ പറ്റുള്ളൂ. ബീഫും പോത്തും ചിക്കൻ. അപ്പോൾ അങ്ങനെ ക്യാൻറ്റീൻ ഇവിടെ ഇവനിങ്ങിൽ എത്തി പൊരി തുടങ്ങിയാണ്. ഈ സാധനങ്ങളൊക്കെ പൊരിച്ച് റെഡിയാക്കിയിട്ടാണ് തുറക്കാൻ. ആ പച്ച സീലുണ്ട് നിങ്ങൾ, ആ പച്ച സീലാണ് നമ്മൾ ഷട്ടർ. അവൻ തുറന്ന ആൾക്കാർ കാര്യമല്ലോ ഉള്ളൂ. അപ്പോൾ അത് മൂടിയാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ പണിയുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ ആൾക്കാരെ പുറത്തുനിന്ന് കാണാം, എണ്ണക്കടയൊക്കെ വെച്ച് കാണുകയും ചെയ്യും. പക്ഷേ തുറക്കാൻ ആരും വരില്ല. തുറക്കണമെങ്കിൽ അത് സെറ്റാകും വേണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഇതേമാതിരി ഒരാൾ കപ്പ ബിരിയാണിയാണെന്ന് പറഞ്ഞു, കപ്പ ബിരിയാണി കൊണ്ടുപോയി. കപ്പ ബിരിയാണി എടുത്തപ്പോൾ കുട്ടിയായിരുന്നു ഇതിലെവിടെ ബിരിയാണി ഇറച്ചിയൊക്കെയാന്ന്. അപ്പോൾ ഓൻ വിചാരിച്ച എന്ത് ബിരിയാണിയാണ് കാര്യം. ഓൻ കപ്പ ബിരിയാണി പറഞ്ഞപ്പോൾ സാധാ ബിരിയാണിയും മസാലയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടാവില്ല. ക്യാമറ പിടിച്ചാൽ ആളില്ലാത്തതുകൊണ്ടേ ഞങ്ങളുടെ അടുപ്പിൻ്റെ അവിടെ സൈഡിൽ ചാരി വെച്ച് കാണാം. അതൊന്നും ഫുള്ള് കിട്ടാത്ത കേട്ടോ. അവർ സ്പോട്ടിൽ നിന്നാൽ പരക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സാധനം കഴിഞ്ഞാൽ അതുകൊണ്ട് പരക്കുമ്പോഴും പണിയാണ്. അത് അടുപ്പിൻ്റെ അടുത്ത് മാത്രമാണ് ക്യാമറ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അപ്പുറപ്പുറമൊക്കെ പോകേണ്ടില്ല, അതുകൊണ്ട് തന്നെ തീരെ കാണാത്ത കേട്ടോ. ഇന്ന് ശനിയാഴ്ച വന്നപ്പോൾ ക്യാൻറ്റീൻ സ്കൂൾ ക്യാൻറ്റീൻ ഇല്ല. അപ്പോൾ നേരത്തെ അങ്ങോട്ട് ഇവിടെ പണി എടുക്കാൻ എഴുതിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ പണി നേരത്തെ കഴിച്ചാൽ എന്തെങ്കിലും മാത്രം തുറക്കാറാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ തുറന്നപ്പോൾ
5 മണി കഴിഞ്ഞു. 5 മണി കഴിഞ്ഞാലുള്ള പ്രശ്നമൊന്നും എണ്ണക്കടി പോകില്ല. എണ്ണക്കടി കുറച്ചേ പോകുള്ളൂ. അപ്പോൾ ഇറച്ചിയും പുളിയുമ്പോൾ 10 മണി വരെ പോകും. പക്ഷേ കുറച്ച് കടികളൊക്കെ അപ്പോൾ സ്കൂളിൽ സെറ്റായി പോകുന്നതാണ്. പിന്നെ പൂള വരെ പുഴുങ്ങിയോണ്ടാണ് പോകുന്നത്. പിന്നെ ബാക്കി കുറച്ച് പണികൾ ഇവിടെ നിൽക്കാറില്ല. അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ആ സമയത്ത് തുറന്നില്ലെങ്കിൽ പിന്നെ കച്ചവടം ഇതാവും. അപ്പോൾ ആ എണ്ണക്കടിൻ്റെ കച്ചവടം നമുക്ക് വരണം. അവിടെ കിട്ടിയാലേ നമുക്ക് കൂടി വെക്കുള്ളൂ. അപ്പോൾ വെറും ഇറച്ചിയും പുളി മാത്രം ഇട്ടിട്ട് കാര്യമില്ല. രണ്ടും മിക്സായി വരുമ്പോഴേ നമുക്കൊരു കൂടി ഇതാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഇത് പൊരിച്ചുകൊണ്ട് നിൽക്കണ ഇടയിൽ ഒരാൾ വന്നു. അവിടെ കട്ടൻ പൊതിച്ചാണ്ട് എത്താപ്പോൾ തുറക്കാനായാലും വെച്ചാണ്. അങ്ങനെ അയാൾക്ക് പാർസൽ കൊടുത്തു. മംഗല്യം കഴിക്കാതെ അന്നു ഞാൻ പിറന്നില്ലേ, ആശകളായി നമുക്കൊന്നു നൽകി ഞാൻ. കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ, എന്നും ഞാൻ ഏകനാണടി മുല്ലേ, എന്നും ഞാൻ ഏകനാണ് മുല്ലേ. മനസ്സേ നീ എന്നെ തളർത്തുന്ന വഴിയേറെ, നീ എന്നെ കളിയാക്കി ചിരിക്കല്ലേ, കരളേ കരളേ നീ. വരികളെ പോയിട്ട് കുട്ടികളെ. അപ്പോൾ ഏതായാലും 5-5:30 ആയി. ഞാൻ ഇതിൻ്റെ നമ്മളെ കട്ടനല്ല ഷട്ടർ പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അത് ഞാൻ ആൾക്കാർ കയറാൻ തീരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. ഞാൻ കുറച്ച് കച്ചവടം ചെയ്യട്ടെ. അപ്പോൾ എല്ലാ പുതിയ മുത്തുമണികളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കൻ അമർത്തുക, ഓൾമ അമർത്തുക, ലൈക്ക് അടിക്കുക. എല്ലാവരും സൈഡ്. അസ്സലാമു അലൈക്കും.